എന്താ ചെയ്യാ, അതിനെ പറ്റിയിട്ട് മനസ്സിലേക്ക് കാണുക. സീ ഇറ്റ് ഈസ് ഇൻ യുവർ മൈൻഡ്. ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്, സ്മെൽ ഇറ്റ്, ടേസ്റ്റ് ഇറ്റ്, സീംസ് ഓൾമോസ്റ്റ് റിയൽ. എന്താണ്? റിയൽ ആയിട്ട് തോന്നണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. എന്താണ്? യു ക്യാൻ പിക്ചർ ഇറ്റ്. ആദ്യം അതിന്റെ ഒരു മൈൻഡ് മാപ്പ് വരയ്ക്കുക. ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഒരു മൈൻഡ് മാപ്പ് കിട്ടും. പിന്നെന്താ? സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ്, നമ്മളെ മനസ്സിൽ അത് കാണുക. ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്, സ്മെൽ ഇറ്റ്, ടേസ്റ്റ് ഇറ്റ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ അതായത് നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ തൊട്ടിറങ്ങി, നമ്മളെ 5 ഓർഗൻസ് ഉപയോഗിച്ച് നമ്മൾ അത് തൊട്ടറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? സീംസ് ആൾമോസ്റ്റ് റിയൽ. റിയൽ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറും. അതാണ് എന്ത്. ഇനി ഒരു സബ്ജക്റ്റിനെ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, അതിന്റെ സെൻസറി ഡീറ്റെയിൽസ് ആണ് അല്ലെ. ആദ്യം എന്താണ്? അഡ്ജക്റ്റീവ് വരും, അഡ്വർബ് വരും അല്ലെ. സെൻസറി ഡീറ്റെയിൽസ് എടുക്കാം. സെൻസറി ഡീറ്റെയിൽസിലാണ് എന്ത് പറയണേ? ഹിയർ, സീ, സ്മെൽ, ടച്ച്, ടേസ്റ്റ്. പിന്നെ നമ്മൾ എന്താണ്? യുവർ ഇംപ്രഷൻ. ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് എന്തൊക്കെ വരുന്നത്? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ബി, ലുക്ക് ലൈക്ക്, ആസ്. ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് അഡ്വർബ് ആയിട്ട് നമ്മൾ ചെയ്യും. എങ്ങനെയാണ്? ബി യൂസ് ചെയ്യൽ സെന്റൻസിന്. ബി, ലുക്ക് ലൈക്ക്, സീംസ്, ആസ്, അങ്ങനത്തെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, സ്മൈലി, മെറ്റഫർ, സിംബോൾ, ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്കുണ്ടായ ഇംപ്രഷൻ, ആ സബ്ജക്റ്റിനോട് നമുക്കുണ്ടായ ഇംപ്രഷൻ, നമ്മളെ ഫീലിങ്സ്, മെമ്മറീസ്, അത് നമ്മളിൽ അസോസിയേഷൻസ്, നമ്മളിൽ കൂടിച്ചേർന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അതായത് ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അതിനാവശ്യമുള്ള ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് എന്താ നോക്കുക, പിന്നെ അതിന്റെ സെൻസറി ഡീറ്റെയിൽസ് നോക്കുക, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നോക്കുക, അവർ ഇംപ്രഷൻസ്. ഇനി ഇതിനൊക്കെ ഉദാഹരണം പറയാം. എന്താണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്? ഏതൊരു സാധനം കിട്ടിയാലും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ആ ഒരു വസ്തുവിന്റെ സൈറ്റ്, ആ ഒരു വസ്തുവിന്റെ സ്മെല്ല്, ആ വസ്തുവിന്റെ ടച്ച്, ആ വസ്തുവിനെ എങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാം, ആ വസ്തുവിന്റെ ടേസ്റ്റ്, ആ വസ്തുവിന്റെ ഹിയറിംഗ്. ഇതാണ് ഒരു ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഒരു വസ്തു ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തിനാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോണേ? അതിന്റെ സൈറ്റ്, സ്മെല്ല്, ഹിയറിംഗ്, ടേസ്റ്റ്, ടച്ച്. ഇനി ഡിസ്ക്രിപ്റ്റീവ് റൈറ്റ് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു 5 സെന്റൻസസ്, 5 സെൻസ്. ആദ്യം 5 സെൻസ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഈ 5 സെൻസ് എന്ന് വരുന്നത്? 2 അഡ്ജക്റ്റീവ്സ്, 3 അഡ്വർബ്, അമേസിംഗ് അഡ്വർബ്സ്, 4 വേരിഡ് പങ്ക്ച്വേഷൻ വേണം അല്ലെ. ഒരു സെന്റൻസിൽ ഉണ്ടാ പങ്ക്ച്വേഷൻ, കുത്ത്, കോമ, അതൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. ഗുഡ് സ്ട്രക്ചർ, നല്ല സ്ട്രക്ചർ ആയിരിക്കണം. ലോജിക്കൽ കണക്ടിവിറ്റി, ഞാൻ പറഞ്ഞു നമ്മൾ കണക്ട് ചെയ്ത് വേണം നമ്മൾ എഴുതാൻ. ലോങ് ആൻഡ് ഷോർട്ട് സെന്റൻസസ്, ലോങ്ങോ ഷോർട്ടോ സെന്റൻസ് യൂസ് ചെയ്യാം. ഇമേജറി, അതായത് നമുക്ക് എന്താണ്, നമ്മൾ ഒരു സെന്റൻസ്, നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇമേജിനറി ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതൂലേ. അതിൽ എന്തൊക്കെ വേണം? ആ പേഴ്സന്റെ ഒരു വ്യക്തിത്വം വേണം. സിമിലീസ് യൂസ് ചെയ്യുക, മെറ്റഫേഴ്സ് യൂസ് ചെയ്യുക. ഇതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ എന്താണ് സിമിലീസ്? സിമിലീസ് ആണ് പറയുന്നത്. എന്താണ്, എന്തൊക്കെയാണ് ഈ സിമിലീസ് എന്ന് പറഞ്ഞാല്? ഒരാള് പറയും. സിമിലീസ് കാണുന്നില്ല.
നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താണ് സിമിലീസിൽ പഠിച്ചത്? കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ സിമിലീസില്. എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവുക? ഒരേപോലെ ഉള്ളത്. പിന്നെ ഒരേപോലെ ഉള്ളതെന്നല്ല. അതായത് സിമിലീസ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പയർ ടു സെപ്പറേറ്റ് കൺസെപ്റ്റ് ത്രൂ ദി യൂസ് ഓഫ് ക്ലിയർ കണക്ടിംഗ് വേർഡ്സ് സച്ച് ആസ് ലൈക്ക് ഓർ എസ്. അതായത് രണ്ട് കൺസെപ്റ്റ്. കമ്പ്യൂട്ടറിലേക്ക് തിരിക്കാവോ? പകുതിയെ കാണത്തുള്ളൂ. ഇതിപ്പോ നോക്കണ്ട, സിമിലീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. രണ്ട് സെന്റൻസ്, സെപ്പറേറ്റ് സെന്റൻസിന്, അതായത് രണ്ട് സെപ്പറേറ്റ് കൺസെപ്റ്റ് ആണ്. രണ്ട് സെപ്പറേറ്റ് കൺസെപ്റ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് എന്ത് യൂസ് പറയാ? സിമിലീസ്. അതിലെന്താണ് യൂസ്? ക്ലിയർ കണക്ഷൻ വേർഡ്സ് സച്ച് ആസ്. നമ്മൾ എന്താണ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? ലൈക്ക് ഓർ ആസ്. ലൈക്ക് ഓർ ആസ്. ഇങ്ങനെ വരുന്ന സെന്റൻസിന് പറയുന്ന പേരാണ് എന്ത്? സിമിലീസ്. ഒരു ഉദാഹരണം പറയാം. പറയും. ദി ഗേൾ വാസ് സ്വീറ്റ് ലൈക്ക് ഷുഗർ. ഈ ഷുഗറും ഗേളും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? ഇല്ലേ? പക്ഷെ ഷുഗർ എന്താണ്? നമുക്ക് ഷുഗർ എന്താണ്? ഒരു സ്വീറ്റ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു ഗേൾ സ്വീറ്റ് ആണ്, നല്ലതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ് ഇവിടെ ഒരു സിമിലി യൂസ് ചെയ്യാണ്. ആ സിമിലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ദി ഗേൾ വാസ് സ്വീറ്റ് ലൈക്ക് ഷുഗർ. ഐ ആം ലൈക്ക് എ ബേർഡ്. ഐ ആം ലൈക്ക് എ ബേർഡ്. യു ആർ ആസ് കോൾഡ് ആസ് ഐ. You are as cold as ice. He looked like a fish out of water. Her eyes shone like a diamond. He slept like a loon. It moves like a snail. മനസ്സിലായോ? പിന്നെ ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞു നോക്ക്. സിമിലീസ് എങ്ങനെയൊക്കെ നമ്മൾ എഴുതാന്നൊന്ന് പറയും. നിങ്ങൾ എത്രയോ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ എല്ലാവരും ഒന്ന് എഴുത്. ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടാ മതി. ടീച്ചർ വായിക്കട്ടെ. അതായത് രണ്ട് കൺസെപ്റ്റ് ഒരുമിപ്പിക്കുമ്പോ ഉപയോഗിക്കുന്ന, അത് ലിങ്ക് ചെയ്യുമ്പോ ഉപയോഗിക്കുന്ന വേർഡ് ഏതാ? ലൈക്ക് ഓർ ആസ്. ഒരു ഉദാഹരണം എഴുത്. എഴുതിയോ? ഉപമ എന്ന് പറയും നമ്മൾ അല്ലെ? മലയാളത്തിൽ അതിന്റെ ഉപമ എന്ന് പറയും. എഴുതിയോ നിങ്ങള്? ഐ ലൈക്ക് ദിസ് ക്ലാസ് എന്നല്ല എഴുതാൻ പറഞ്ഞത്. സ്മൈലീസിന് ഉദാഹരണം എഴുതാം. ഉപമ. നമ്മൾ കണക്ട് ചെയ്യുന്ന വാക്കുകൾ ഏതാണ്? as, as, like. അതായത് എക്സാമ്പിൾ എന്താണ്? രണ്ട് സെപ്പറേറ്റ് കൺസെപ്റ്റ് ജോയിൻ ചെയ്യുക അല്ലെ? കണക്ട് ചെയ്യുമ്പോ ഉപയോഗിക്കുന്ന കണക്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യാ? ആസ് ഓർ ലൈക്ക്. ഇത് ഉപയോഗിച്ച് എഴുതാം. എഴുതിയോ? His eyes show. His eyes show. Girl like to read books. ടീച്ചർ ഒരു ഉദാഹരണം കൂടി പറയാം. I have a brave as a lion. She cried a river of tears. He was a
Willy Fox. Similes. Metaphors. Her art is gold. The world is a stage. ഇവിടെ ആസു ലൈക്ക് ഒന്നുമില്ല. He is a pig. He is a pig എന്ന് പറയുന്നത് എന്താ? അവനൊരു പന്നിയാണ് എന്നാണോ അർത്ഥം? അല്ല. കാരണം ഇവിടെ എന്താ, ഒന്നുകിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ പറയും, അല്ലെങ്കിൽ എന്താ വൃത്തിയില്ലാത്ത. He is a pig. You are a rock. റോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ മെറ്റഫർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ഉള്ളതിനാണ് എന്ത് പറയാ? റോക്ക്. You are my sunshine. Her art is gold. The world is a stage. He is a pig. You are rock. You are my sunshine. Okay. She cried a river of tears. She cried a river of tears. Time is money. Time is money. He has a heart of stone. ഞാനൊരു കാര്യം ഒരു ചോദ്യം ചോദിക്കട്ടോ. അത് മെറ്റഫർ ആണോ സ്മൈലി ആണോ നിങ്ങൾ പറയാം. I move fast like a cheetah. I move fast like a cheetah. ഏതിലാ വരാ? സിമിലിയിലാണോ വരാ? മെറ്റഫറിലാണോ വരാ? I move fast like a cheetah. Yes, simile. ആസ് ലൈക്ക് വരുമ്പോ എന്താണ്? സിമിലി. മെറ്റഫറിൽ എന്താ വരാ? ആസും ലൈക്കും വരൂല. ടൈം ഈസ് മണി. ടൈം ഈസ് മണി. ടൈം ഈസ് മണി ഏതിലാ വരാ? ടൈം ഈസ് മണി. മെറ്റഫർ. 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 പിന്നെ the sky was full of എന്ത് സ്റ്റാർസ് ആ നമ്മൾ അവിടെ കൊടുക്കുക? The sky was full of dash stars. The sky was full of dash stars. എന്താണ് നമ്മൾ അവിടെ ഒന്ന് പറയാം? ഒരു സെന്റൻസ് നിങ്ങളൊന്ന് പറഞ്ഞോക്കെ. The sky എഴുതിയോ? The sky was full of dash stars. മെറ്റഫർ. അത് എന്തായിട്ട് ഇതാക്ക? ഷൈനി സ്റ്റാർസ്. അതല്ലാതെ വേറെ ഷൈനി സ്റ്റാർ പിന്നെ പറയാം. ഒന്നും കൂടി. Sky was full of beautiful stars. Okay, then again. The sky was full of dancing stars. Teacher shiny. ഇനി അടുത്തത്. The sun played dash with the clouds. The sun played dash with this cloud. ഒരു വേർഡ് അവിടെ നമുക്ക് യൂസ് ചെയ്യാം. സണ്ണ് ക്ലൗഡില് എന്താണ് നമ്മൾ എന്താണ് സണ്ണും ക്ലൗഡും കൂടി നോക്കുക. ക്ലൗഡിൽ സണ്ണിനെ കാണുമോ? എന്താണ് അവിടെ ചെയ്യുക? നമ്മൾ കളിക്കുന്ന ഒരു കളിയുണ്ട് അല്ലെ? ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയോ? ക്ലൗഡില് ബ്രൈറ്റ് ആണോ ചെയ്യാ? ബ്രൈറ്റ് ആണോ ചെയ്യാ ക്ലൗഡില്? ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യില്ല? എന്തൊരു വേർഡ് പറയും? The sun
played, Seek. the son played hide and seek. Very good. Hide and seek in the clouds. Hide and seek in the cloud. The son played hide and seek with the cloud. ഇനി നമ്മൾ പറഞ്ഞു എന്ത് പറഞ്ഞു? അഡ്ജക്റ്റീവിനെ പറ്റി പറഞ്ഞു അല്ലെ? അഡ്ജക്റ്റീവ് ഒരു എക്സാമ്പിൾ എന്താ പറയാ? അഡ്ജക്റ്റീവിന്റെ ഒരു എക്സാമ്പിൾ എന്ത് പറയാം? ഒരു എക്സാമ്പിൾ പറയാം, ഒരു അഡ്ജക്റ്റീവ് വെച്ചിട്ട്. She is a brave girl. She is a brave girl. ചാറ്റ് ബോക്സിൽ ഇടൂ. ഒരു അഡ്ജക്റ്റീവ് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കൂ. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ കൂടി പറയാം. They live in a beautiful house. ഹൗസിനെ എന്താണ് ഒന്നുകൂടി കൂടുതൽ മനോഹരമാണ്, ബ്യൂട്ടിഫുൾ ഹൗസ് അല്ലെ? They live in a house എന്ന് പറഞ്ഞാൽ മതി അല്ലെ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ? ഹൗസിനെ ഒന്നും കൂടി മനോഹരമാക്കി അല്ലെ? ബ്യൂട്ടിഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി മനോഹരമാക്കി. They live in a beautiful house. The shop is much nicer. Much. A wooden boat. Wooden boat. This flower is more beautiful. Taller than me. I lost my most comfortable shoes. മനസ്സിലായോ? അഡ്ജക്റ്റീവ് മനസ്സിലായോ? അഡ്വർബ് ഉണ്ട് അല്ലെ? He swims well. She spoke softly. He ran quickly. കുറെ അഡ്ജക്റ്റീവിന്റെ വേർഡ്സ് നമുക്കൊന്ന് പറഞ്ഞു. എന്തൊക്കെ അഡ്ജക്റ്റീവിന്റെ വേർഡ്സ് പറയാ? റഫ് പറയാ, പെർഫെക്റ്റ് പറയാ, ടേസ്റ്റി പറയാ, ഷാർപ്പ് പറയാ, ക്രൂവൽ, ചാർമിങ്. he jumped very high. വെരി ഗുഡ്. ഇനി നമ്മൾ അഡ്വർബ് പറയുമ്പോ 4-5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അഡ്വർബിലേക്ക് കടക്കുക അല്ലെ? ഹൗ എങ്ങനെയാണെന്നുള്ള, ഹൗ മച്ച്, വെൻ. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക അല്ലെ? ഒരു കാര്യങ്ങൾ എഴുതുമ്പോ വെൻ, ഹൗ ഓഫൺ. ഹൗല് എങ്ങനെ വരാം? ഹൗല് എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോ ഹൗല് എന്തൊക്കെ വരിക നമ്മള്? അതായത് ഒരാൾ ചാടിയത് എങ്ങനെ? ഫാസ്റ്റ് വരാ, ക്വിക്ലി വരാ, സ്ലോലി വരാ, ഈസിലി വരാ, ബാഡ്ലി വരാ, ചീർഫുൾ അല്ലെ? ഇതൊക്കെ ഹൗല് വരുന്ന കാര്യങ്ങളാണ്, അഡ്വർബ് ആണ് ടീച്ചർ പറയുന്നത്. പിന്നെ ഹൗ മച്ചിൽ എങ്ങനെ വരാ? ഹൗ മച്ച്, ടു, TOO, ടു, വെരി, ഇനഫ്, ഡീപ്ലി, കംപ്ലീറ്റ്ലി. പിന്നെ എന്തൊക്കെ യൂസ് ചെയ്യാ? നെവർ, സംടൈംസ്, ഓഫൺ, യൂസ്ലി, ജനറലി, നോർമലി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താ? അഡ്വർബ്സ് ആണ് അല്ലെ? പിന്നെ ടുവാർഡ്സ്, ഇൻസൈഡ്,
back, fire, on, out, anywhere. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെൻ എപ്പോഴാ യൂസ് ചെയ്യുക നമ്മള്? വെൻ എന്നൊക്കെ പറയുമ്പോ വെൻ എപ്പോഴെന്നുള്ളത് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുക? ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ടുഡേ, ടുമാറോ, അങ്ങനത്തെ കാര്യങ്ങള്. ഇനി നമ്മള് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുക കേട്ടോ. എക്സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു. ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതിനെ പറ്റിയിട്ട് വ്യക്തത വേണം, ഒരു ക്ലിയർ പിക്ചർ വേണം, ആ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവര് കാണുന്ന പോലെ ആവണം, 5 സെൻസ് യൂസ് ചെയ്യണം, ഇതാവണം, സിമിലി യൂസ് ചെയ്യണം, മെറ്റഫർ യൂസ് ചെയ്യണം, അഡ്ജക്റ്റീവ് യൂസ് ചെയ്യണം, അഡ്വർബ് യൂസ് ചെയ്യണം, അല്ലെ? പങ്ക്ച്വേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് നമ്മൾ കാണാം. ഇവിടെ നമ്മളിപ്പോ ഒരു പേഴ്സണെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. സപ്പോസ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യൂ അല്ലെ? ഫിസിക്കലി ആയിട്ട് എങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാ? ഒന്ന് ഹൈറ്റ് എടുക്കുക അല്ലെ? ഹൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുക? എന്തൊക്കെ നമ്മൾ നോക്കുക? ഷോർട്ട് ആണോ, മീഡിയം ആണോ, ടോൾ ആണോ? ഒരു ഹൈറ്റിനെ, ഫിസിക്കലി അപ്പിയറൻസിൽ നമ്മൾ ഹൈറ്റിനെ നമ്മൾ പറയൂലേ? ഹി ഈസ് എ ടോൾ. ഷീ ഈസ് എ ഷോർട്ട്. ഷീ ഈസ് ഇൻ മീഡിയം ഹൈറ്റ്. ഇനി പിന്നെന്താണ്? നമ്മൾ ഏജ് എടുക്കൂലേ? ഏജ്, വയസ്സ് നോക്കൂ. He is young. He is adult. Older than me. അങ്ങനെ പറയും ഏജ്. പിന്നെന്താ? നമ്മള് ഫേസ് പറയില്ലേ? നമുക്ക് ഫേസ് പറയാം അല്ലെ? ഒരാളെ ഫേസ് എങ്ങനെയാണെന്നുള്ളത്, റൗണ്ട് ആണോ, ഓവൽ ഷേപ്പ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയും. പിന്നെന്താ? അയാൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, കാഷ്വൽ വെയർ ആണോ യൂസ് ചെയ്യുക, മോഡേൺ ഡ്രസ് ആണോ യൂസ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് പറയാം അല്ലെ? പിന്നെന്താണ്? ബോഡി, സ്ലിം ആണോ, ഫാറ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയും. പിന്നെന്താ? രണ്ടാമത്തെ എന്താണ്? അയാളെ ഒപ്റ്റിമിസ്റ്റിക് ഓർ അയാളെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ യൂസ് ചെയ്യാം. എന്താണ്? സ്മാർട്ട് ആണോ ഓർ സ്മാർട്ട് അല്ലാത്തതാണോ എന്ന് പറയാം. സ്മാർട്ട് ഓർ സ്റ്റുപ്പിഡ് ആണെങ്കിൽ സ്റ്റുപ്പിഡ് പറയും, സ്മാർട്ട് ആണെങ്കിൽ സ്മാർട്ട് പറയും. ഹാർഡ് വർക്ക് ആണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറയും. ലവബിൾ ആണെങ്കിൽ ലവബിൾ ആണെന്ന് പറയും. റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയും. ഹോണസ്റ്റ് ആണെന്ന് പറയും, ലയർ ആണെന്ന് പറയും. പിന്നെ അയാളെ എബിലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ്, കഴിവും ഉണ്ടാവും, ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാ? ഡിസ്ക്രിപ്ഷനിൽ പറയാം. ഇവിടെ ടീച്ചർ ഒരു ഡിസ്ക്രിപ്ഷൻ പറയാം, നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. ഡിസ്ക്രൈബ് യുവർ ഫ്രണ്ട്. ഡിസ്ക്രൈബ് അബൌട്ട് യുവർ ഫ്രണ്ട്. ഓക്കെ, ഒന്ന് എഴുതോ, ഒരാളെ എഴുതോ വേഗം ഒന്ന്. ടീച്ചർ ഇപ്പൊ തന്നെ അതിലെ കറക്ഷൻ പറഞ്ഞുതരാം. ഒരാൾ മൈക്ക് ഓണാക്ക്. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഗ്രൂപ്പിൽ പിന്നെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല, ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ തന്നത്? ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് യുവർ ഫ്രണ്ട്. ഡിസ്ക്രൈബ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്? ആ ഒരു ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ ആ ഫ്രണ്ട്, നിങ്ങളെ ഫ്രണ്ട് എന്താണ് ആവണം? വേറൊരാൾ വായിക്കുമ്പോ ആ ഫ്രണ്ടിനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണണം. ഓക്കെ, ഒന്ന് എഴുതി നോക്ക്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം ഞാൻ തരാം.
10 മിനിറ്റ് സമയം തരാം. എഴുതുന്നുണ്ടോ? നിങ്ങൾ എഴുതുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ആൻസർ ഇട്, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കി പറയും. എഴുതുന്നുണ്ട് മിസ്. എഴുതുന്നുണ്ട്. ഒരു 4-5 സെന്റൻസ് എഴുതിയാൽ മതി. ഞാൻ പറയുമ്പോൾ സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം എത്ര സെന്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. എന്താണ് ഫിസിക്കലി, ആ ഫ്രണ്ടിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എഴുതുക. അതിന്റെ എന്താണ് ആറ്റിറ്റ്യൂഡും എബിലിറ്റിയും എഴുതുക. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ ടീച്ചർ ചോദ്യം ഒന്നും കൂടി പറയോ? ഡിസ്ക്രൈബ് യുവർ ഫ്രണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. എന്താണ് സബ്ജക്റ്റിനെ പറ്റിയിട്ട് അറിയാ, സെൻസറി ഡീറ്റെയിൽസ് എഴുതുക, ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് എഴുതുക. വേർഡ്സ് എഴുതുമ്പോ എന്താണ് അഡ്ജക്റ്റീവ് എഴുതുക, അഡ്വർബ് എഴുതുക. എങ്ങനെയൊക്കെ വരിക? ബി, ലുക്ക്, സീം, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. യുവർ ഇംപ്രഷൻ, നിങ്ങളെ ഫീലിംഗ്സ്, മെമ്മറി, ഇത്രയും കാര്യങ്ങൾ. പിന്നെ എന്താണ് സിമിലീസോ മെറ്റഫറോ ഒക്കെ യൂസ് ചെയ്ത് എഴുതാം. ഒരു നിങ്ങൾക്ക് ഡീറ്റെയിൽസ് യു ക്യാൻ പിക്ചർ ഇറ്റ്, സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്, സ്മെൽ ഇറ്റ്, ടച്ച് ഇറ്റ്, ടേസ്റ്റ് ഇറ്റ്, സീം ആൾമോസ്റ്റ് റിയൽ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവുക. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം ടീച്ചറെ. ഡീറ്റെയിൽസ് യു ക്യാൻ പിക്ചർ ഇറ്റ്, ആ ഫ്രണ്ടിനെ പിക്ചർ ചെയ്യാം, മനസ്സിൽ കാണാം. സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ്, കൺസെപ്റ്റ് മാപ്പ്, മൈൻഡ് മാപ്പ് വരയ്ക്കാം. എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ദെൻ ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്, സ്മെൽ ഇറ്റ്, ടേസ്റ്റ് ഇറ്റ്. അപ്പൊ എന്താണ് റിയൽ കൺസെപ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ചെയ്തോ? ടീച്ചർ ഇവിടെ എഴുതിയത് കാണും. എഴുതിയൊന്ന് വായിക്കേ. യെസ്, ഹിസ് നെയിം ഈസ് ലിയ. My best friend is Maitra. My best friend is Maitra. അതാരാ എഴുതിയത്? അതൊന്ന് ആരാ മോളൊന്ന് റീഡ് ചെയ്. നന്നായി എഴുതിയിട്ടുണ്ടല്ലോ. My best friend ഞാന്ന് പറയാം ആരായിരുന്നു? മൈത്ര എന്ന് എഴുതിയത് അതാരാ? My best friend is Mitra. I come in after school. Mitra helped me. We share our snacks. She is a brave girl. She is not cheating. She is not cheating. Not cheating. പിന്നെ അത്ര എഴുതിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവള് എന്താണ് ഫിസിക്കൽ അപ്പിയറൻസ് ആദ്യം എഴുതണം അല്ലെ. ഫിസിക്കലി എങ്ങനെയാണ് മൈത്രനെ കാണാന്? എന്താണ് മൈത്രന്റെ ഹൈറ്റ്? എങ്ങനെയാണ് മൈത്ര? എങ്ങനെ തടിച്ചിട്ടാണോ? തടിച്ചിട്ടൊന്നുമല്ല, കുറച്ച് മെലിഞ്ഞ. അപ്പൊ എങ്ങനെ എഴുതാ? അപ്പൊ അതെങ്ങനെ എഴുതാ? ഏജ് എത്രയാണ് മൈത്രന്റെ? ഏജ് എത്രയാണ്? ഫിസിക്കലി എങ്ങനെയാണ്? അപ്പൊ മൈത്രന് ഇപ്പൊ ഞാനിപ്പോ അത് എന്റെ മനസ്സിൽ മൈത്രനെ ഞാൻ കാണുന്നില്ല. അതൊന്നും കൂടി ക്ലിയർ ആക്കി എഴുതും. മൈത്രന്റെ എത്ര വലിപ്പമുണ്ട്, എത്ര ഏജ് ഉണ്ട്, സ്മാർട്ട് ആണോ, എനർജറ്റിക് ആണോ? മോൾക്ക് മൈത്രിയായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവൂലെ, അതെന്താണ്? എന്തുകൊണ്ടാണ് മൈത്രന്റെ മോൾ ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറയാം ടീച്ചർ. മൈ ഫ്രണ്ട് ഈസ് വെരി ബ്യൂട്ടിഫുൾ. My friend is very smart. My friend is very beautiful, and my friend is very smart, and
ഒരു സെന്റൻസ്, ഒറ്റ സെന്റൻസ് വായിക്കും മോനെ. മൈ ഫ്രണ്ട് ഈസ് വെരി My ബ്യൂട്ടിഫുൾ friend ആൻഡ് is പിന്നെ my friend is very smart. വെരി സ്മാർട്ട്. കുറെ My യൂസ് ചെയ്ത friend- അഡ്ജക്റ്റീവ് അവിടെ ഒന്ന് യൂസ് ചെയ്താൽ മതി. Okay. വെരി സ്മാർട്ട് ആൻഡ് എനർജറ്റിക്. എന്താ അവിടെ എഴുതിയത്? കുറെ യൂസ് ചെയ്യണ്ട, കുറച്ചു മതി. Okay, teacher. പറയ്, ഒന്ന് ക്ലിയർ ആക്കി തരാം. ഒന്നുകൂടി വായിക്കും മോനെ. ശരിയാണേ, വായിച്ചോളൂ. My friend is very beautiful and my friend is very smart. അത്രേ ഉള്ളൂ. പിന്നെ മൈ വേണ്ട. മൈ ഫ്രണ്ട് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് കഴിഞ്ഞിട്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. മൈ ഫ്രണ്ട് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട്. അവിടെ ഒരു പങ്ക്ച്വേഷൻ വന്നു. അവിടെ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുത്ത് അല്ലെ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട്. പിന്നെ അല്ല, ഇവൻ കംപ്ലീറ്റ് ആക്കട്ടെ. മോന് കംപ്ലീറ്റ് ആക്കൂ. അടുത്ത സെന്റൻസ് നമ്മൾ അവിടെ എന്താണ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്തു. പിന്നെ എന്തൊക്കെ യൂസ് ചെയ്യണം? ഒരു മെറ്റഫർ യൂസ് ചെയ്യാം, നമുക്ക് സിമ്മിലി ഉപമ പറയാം, ഒക്കെ പറയാം. പറഞ്ഞു നോക്ക്, ക്ലിയർ ആവും. മൈ ഫ്രണ്ട് ചെയ്തോ? ടീച്ചർ ഇവരെ ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. മൈ ഫ്രണ്ട്, ടീച്ചർ ഒന്ന് വായിക്കാം. മൈ ഫ്രണ്ട് ഈസ് എ ബ്രില്യന്റ് സ്റ്റുഡന്റ്. ഹി ഈസ് 10 years old. വയസ്സ് വന്നു അല്ലേ? ഫിസിക്കലി ഹി ഈസ് ഷോർട്ട്. He has round face with black hair and narrow brown eyes. He sometimes put on glasses. My friend often wears tidy clothes. He is clever and talented. His marks are always high in a way that surprises me. His dream is to become a doctor, so he works hard. All students should be like him. He is a best student I have ever seen in my life. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഒരു ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇവിടെ എന്തൊക്കെ വന്ന്? ഫിസിക്കലി ഡിസ്ക്രിപ്ഷൻ വന്ന്. ഒരു ഡിസ്ക്രൈബ് ചെയ്യുമ്പോ എന്താ ചെയ്യേണ്ടത്? ആ ഒരു വ്യക്തിനെ എന്ത് ചെയ്യാ? ഫിസിക്കലി ചെയ്തു അല്ലേ? പിന്നെ അതിന്റെ ആറ്റിറ്റ്യൂഡ്, നമുക്ക് എങ്ങനെയാണോ ആ ഫ്രണ്ടിനെ ഫീൽ ചെയ്തത് അതും കൂടി ഇൻവോൾവ് ചെയ്ത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ വേണം എന്തിനു വേണ്ടിയത്? ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാ? അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം അല്ലെ? നമുക്ക് അറിയാത്തൊരു കാര്യം വേറൊരാളോട് നമുക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഇമേജ് നമ്മളെ മൈൻഡിൽ വേണം. 2, യു ക്യാൻ പിക്ചർ ഇറ്റ്. അതിനെ പിക്ചറൈസ് ചെയ്യാം. പിന്നെ സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ്, നമ്മളെ മൈൻഡിൽ കാണാം. പിന്നെന്താണ്? ഇറ്റ് ടെല്ലസ്, എന്താണ് ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പറയുന്നത്? ഹിയർ ഇറ്റ്, നമുക്ക് എങ്ങനെ നമ്മൾ ഹിയർ ഇറ്റ്, ഫീൽ ഇറ്റ്, സ്മെൽ ഇറ്റ്, ടച്ച് ഇറ്റ്, ടേസ്റ്റ് ഇറ്റ്. 5 സെൻസ്. ഈ 5 സെൻസ് എന്ത് ചെയ്യാം? നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ? സീംസ് ഓൾമോസ്റ്റ് റിയൽ. അതെന്തായിരിക്കും? റിയൽ ആയിരിക്കും. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഡിസ്ക്രൈബിങ് വേർഡ്സ് യൂസ് ചെയ്യാം. അതെന്താണ്? അഡ്വർബ് ആയിട്ടോ അഡ്ജക്റ്റീവ് ആയിട്ടോ യൂസ് ചെയ്യണം അല്ലെ? ബി, ലുക്ക്, സീംസ്, ലൈക്ക്, ഹാസ് ഒക്കെ വെച്ചിട്ട് സെന്റൻസ് എഴുതാം. പിന്നെ
ഇവിടെ സിമിലിയും മെറ്റഫറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. എന്താണ് സിമിലി? സിമിലി എന്താണ്? എന്താണ് രണ്ട് കൺസെപ്റ്റ്, അതായത് എന്താണ് ടു വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യാ, ലൈക്കും ആസ് ഓർ ആസ് ഉപയോഗിച്ചിട്ട്, ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. അതാണ് സിമിലി. മെറ്റഫറിൽ എന്താണ്? നോട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കും ആസും മെറ്റഫറിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നും കൂടി പറയാം. എന്താ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്? ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വിവരണം എഴുതുകയാണ്. അതായത് ഒരു പേഴ്സണെ പറ്റിയിട്ടോ ഒരു വസ്തുവിനെ പറ്റിയിട്ടോ ഒക്കെ വിവരണം എഴുതുന്നതിനാണ് എന്താ പറയാ? ഡിസ്ക്രിപ്ഷൻ അല്ലെ? അപ്പൊ ഒരു സബ്ജക്ട് കിട്ടിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് എടുക്കണം. അതിന്റെ സെൻസറി ഡീറ്റെയിൽസ്, ഫിഗർ ഓഫ് സ്പീച്ച്, സ്മൈലീസ്, മെറ്റഫേഴ്സ്, സിംബോൾ, അതെന്ത് വേണം? അതിന്റെ ഫീലിംഗ് അല്ലെ, മെമ്മറീസ്, അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന വെക്കാം. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വ്യക്തത വേണം, സർപ്രൈസിങ് വേർഡ്സ് യൂസ് ചെയ്യാം, സെൻസറി ഡീറ്റെയിൽസ്, മേക്ക് യൂസ് ഓഫ് ഫിഗറേഷൻ ലാംഗ്വേജ്. എത്രത്തോളം മനോഹരമാക്കണോ അത്രത്തോളം നമ്മൾ മനോഹരമാക്കാം. തിങ്ക് അബൌട്ട് ഹു ഈസ് ഡൂയിങ് ഡിസ്ക്രൈബ്. എന്താണോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണേ അതിനെ പറ്റിയിട്ട് മാത്രം എഴുതാം. അപ്പൊ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എന്താണ്? ഇറ്റ് ഈസ് എ റിട്ടൺ അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ, ഒബ്ജക്ട് ഓർ ഇവന്റ്സ്. ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടോ ഒരു ഇവന്റ്സിനെ പറ്റിയിട്ടോ ഒരു പേഴ്സണെ പറ്റിയിട്ടോ നമ്മൾ എന്താണ് വിവരണം തയ്യാറാക്കാം. ആ വിവരണം എന്തായിരിക്കണം? ക്ലിയർ ഇമേജ് ഇൻ അവർ മൈൻഡ് ഓഫ് വാട്ട് വി റീഡ്. അത് വായിക്കുമ്പോ തന്നെ എന്താണ്? ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മളെ മനസ്സിലേക്ക് വരണം. ഇങ്ങനെ വേണം എന്ത് തയ്യാറാക്കാന്? ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ. ഓക്കെ, അറിയില്ല, എത്രയും കാര്യങ്ങൾ അറിഞ്ഞോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കേണ്ട ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ആ വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാ? നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുക. ഈ മെറ്റഫർ എന്താണ്, സിമിലി എന്താ നോക്കുക, അഡ്ജക്റ്റീവ് എന്താ നോക്കുക, അഡ്വേർബ് എന്താ നോക്കുക. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. കുറെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ മിങ്കിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാ നമ്മള് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓ, പറഞ്ഞോളൂ. ഈ ഫോട്ടോസ് ഒക്കെ ടീച്ചർ ഗ്രൂപ്പിലേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കാം. സ്ട്രക്ചർ, ഗുഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെന്റൻസിന്റെ ഗുഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഷീ ഈസ് എ ബ്രൈവ് ഗേൾ. അല്ലെ, അതൊരു നല്ല സെന്റൻസ് അല്ലെ? അല്ലെ, എന്താണ്? ബ്രൈവ് ഗേൾ ഷീ ഈസ് എന്ന് പറയാൻ പറ്റുമോ? ബ്രൈവ് ഗേൾ ഷീ ഈസ്. നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയല്ലേ, പക്ഷെ എഴുതുമ്പോ എന്താ ചെയ്യാ? അതിന്റെ സ്ട്രക്ചർ, ഇംഗ്ലീഷിലുള്ള സെന്റൻസ് എഴുതുമ്പോ സ്ട്രക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഗുഡ് സ്ട്രക്ചർ. പിന്നെ ലോജിക്കൽ കണക്ടിവിറ്റി. ഒരു സെന്റൻസ് ഇങ്ങനെ എഴുതുമ്പോ എന്ത് ചെയ്യാ? അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. പിന്നെ ലോങ് ഓർ ഷോർട്ട് സെന്റൻസ്. കുറച്ച് വലിയ സെന്റൻസോ ചെറിയ സെന്റൻസോ ആയിട്ട് എഴുതാം. നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ആദ്യം അതിനൊരു ഹെഡിങ് കൊടുക്കുക. അവിടെ ഇപ്പം ഫ്രണ്ട് വരുമ്പോ മൈ ഫ്രണ്ട് അല്ലെ, ഒരു ഹെഡിങ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാ? ആദ്യം എന്ത് ചെയ്യാ? സെന്റൻസ് ആയിട്ടാണോ എഴുതുക, പാരഗ്രാഫ് ആയിട്ടാണോ എഴുതുക? ഡിസ്ക്രിപ്ഷൻ ഒരു വിവരണം തയ്യാറാക്കുന്ന 1, 2, 3, 4, 5 നമ്പർ ഇട്ടിട്ടാണോ എഴുതുക? അതല്ലാതെ പാരഗ്രാഫ് ആയിട്ടാണോ എഴുതുക? പാരഗ്രാഫ് പേരായിട്ട് അല്ലെ? അതിനൊരു ഓർഡർ ഉണ്ട് അല്ലേ? ഓക്കെ. ആ ലാസ്റ്റ് പാരഗ്രാഫ്, ആ പാരഗ്രാഫ് എൻഡ് എഴുതുമ്പോ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്താണോ അത് ഫീൽ ചെയ്ത്, നമുക്ക് എന്താണോ, അതായത് ഇപ്പൊ ഫ്രണ്ടിന് അല്ലെ,
ഒരു ഫ്രണ്ട് എന്താണ്, നമുക്ക് എന്താണ്, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫ്രണ്ട്. ഇപ്പൊ ഞാൻ എഴുതി he is the best student I have ever seen in my life. നമുക്ക് എന്താണോ ഫീൽ ചെയ്തത് അതും കൂടി നമ്മൾ ആഡ് ചെയ്യാം. അങ്ങനെ വേണം എന്ത് ചെയ്യാന്, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, നിർത്താന്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ടീച്ചർ ക്ലാസ് നിർത്തട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ കേട്ടോ, ടീച്ചർ മറുപടി പറയാം. Thank you, teacher. 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 ഓക്കെ കുട്ടികൾ മൈക്ക് ഓഫ് ആക്കോ. കുട്ടികൾ മൈക്ക് ഓഫ് ആക്കോ. ഇവിടെ കഴിഞ്ഞില്ല. ജോഷി പി സി ജോഷി പി സി, രജനി രാവുണ്ണി മൈക്ക് ഓഫ് ആക്കോ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് അറിവുത്സവം മെന്റേഴ്സ് കേരള നടത്തുന്ന അറിവുത്സവം